സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ KV റാബിയ അന്തരിച്ചു. കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചായിരുന്നു രാജ്യത്തിന്റെ ആദരം. ശിവദാസ് കർമ്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, വളരെ വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. KV റാബിയ വിട പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇന്ന് പുലർച്ചെയാണ് KV റാബിയ അന്തരിച്ചത്. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് ഇന്ന് പുലർച്ചെ അന്തരിക്കുകയായിരുന്നു. 2022 രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചത്. നരേന്ദ്രമോദി സർക്കാരാണ് ഇത്തരത്തിൽ പത്മശ്രീ നൽകി ആദരിച്ചത്. ഇതോടൊപ്പം തന്നെ നിരവധി പുരസ്കാരങ്ങൾ അവരെ തേടി എത്തിയിട്ടുണ്ട്. 1990-കൾക്ക് ശേഷമാണ് ഇവർ സാക്ഷരതാ പ്രവർത്തനങ്ങളുമായി സജീവമായത്. അതിനുശേഷം സാക്ഷരതാ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ശാരീരിക വൈകല്യമുള്ള ആളുകൾക്കും മറ്റു ഭിന്നശേഷിക്കാരായ ആളുകൾക്കും വേണ്ടി അത്തരത്തിൽ നിരവധി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനായി വീടിന്റെ അങ്കണത്തിൽ തന്നെ സ്വന്തമായി സംവിധാനമെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. കോളേജ് പഠനകാലത്ത് പോളിയോ ബാധിച്ച് ഇവരുടെ ശരീരം തളർന്നിരുന്നു. അതിനുശേഷം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ സമൂഹത്തിന് മുൻപിൽ അവർ ജീവിച്ചു കാണിക്കുകയായിരുന്നു. അതായത് ചക്ര കസേരയിൽ ഇരുന്നിട്ടാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ അവർ നടത്തി. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2014 സംസ്ഥാന സർക്കാർ അവരെ ആദരിച്ചിരുന്നു. വനിതാ രത്നം പുരസ്കാരം നൽകി സംസ്ഥാന സർക്കാർ അവരെ ആദരിച്ചിരുന്നു. നിരവധി പുരസ്കാരങ്ങൾ അവരെ തേടി എത്തിയിട്ടുണ്ട് ഈ കാലയളവിനുള്ളിൽ തന്നെ. ഇതോടൊപ്പം തന്നെ നിരവധി പുസ്തകങ്ങൾ ിട്ടുണ്ട്. സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് എന്ന പുസ്തകം വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ്. KV റാബിയയുടെ ആത്മകഥയാണ് ഈ പുസ്തകം. ഇങ്ങനെ സാമൂഹ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളും സാംസ്കാരികപരമായും സാമൂഹ്യ മേഖലയിലും എല്ലാം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു KV റാബിയ. നിരവധി പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി. ഇന്ന് പുലർച്ചെ അവർ അന്തരിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു റാബിയ. ദേവിക. ശരി.